നമ്മൾ ഇതാ 3 തരത്തിലുള്ള ചെടി എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് 3 രീതിയിൽ നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ജെഫോറി ടിപ്സിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കുന്നത് എന്താണെന്നറിയാമോ? അതായത് നമ്മളിങ്ങനെ ഓരോ ചെടികളെ കുറിച്ചൊക്കെ ഇങ്ങനെ നമ്മൾ നടുന്നതൊക്കെ കാണുമ്പോണ്ടല്ലോ, കുറെ പേര് നമ്മളോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് കുറെ തരം ചെടികളുണ്ട് കേട്ടോ, നമുക്ക് വേര് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഇന്ന് നമ്മളൊരു 3 തരത്തിലൊരു വേര് പിടിപ്പിക്കുന്ന നമ്മുടെ ഒരു പോട്ടി മിക്സ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൽ ഏത് തരത്തിലൊക്കെയാണ് നമ്മുടെ ചെടികൾ നടുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് പിടിച്ചു കിട്ടുന്നത് എന്ന് കാണാം കേട്ടോ. അപ്പൊ ഇതേ രീതിയിൽ നമ്മുടെ എല്ലാ കൂട്ടുകാരും ചെടികളൊക്കെ നട്ടാൽ മതി. അപ്പം പിടിച്ചു കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ, ഈ ചെടികളൊക്കെ പിടിച്ചു കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇപ്പൊ പ്രത്യേകിച്ച് നല്ല മഴക്കാലമൊക്കെ അല്ലേ, അപ്പം നമുക്ക് ചെടികൾ നമുക്ക് കുറച്ചും കൂടെ വേര് പിടിപ്പിക്കാൻ എളുപ്പമാണ് കേട്ടോ. ഈ തണുപ്പൊക്കെ ഉള്ള സമയത്തെ നമ്മളിങ്ങനെ ചെടികൾ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് പിടിച്ചു കിട്ടിക്കോളും. അപ്പൊ ഇനി നമ്മള് ഏറ്റവും ഫസ്റ്റ് നമ്മൾ വേര് പിടിപ്പിക്കാനായിട്ട് എടുക്കുന്ന ചെടി ഏതാണെന്നറിയാമോ? ഇത് നമ്മുടെ ഈ ഭാഗത്ത് നിറച്ച് നല്ല ഭംഗിയായിട്ട് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ചെടിയാണ്. ഏതാണെന്നറിയോ? മെലസ്റ്റോമ. അപ്പൊ ഇപ്പൊ ഇതിന്റെ പൂക്കളൊക്കെ കുറഞ്ഞു കേട്ടോ, നല്ല മഴയായിരുന്നല്ലോ, അപ്പൊ പൂവൊക്കെ പോയി. അപ്പൊ നമ്മള് ഈ മെലസ്റ്റോമ ചെടീനെ വേര് പിടിപ്പിക്കാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമുക്ക് മിക്ക വീഡിയോയിലും കമന്റ്സിലൊക്കെ വരുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു ചെടീനെ നമുക്ക് വേര് പിടിപ്പിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ഈസി ആയിട്ട് വേര് പിടിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മളെല്ലാവരും വിചാരിക്കും ഇതിന്റെ ഏറ്റവും ഭയങ്കര മൂത്ത കമ്പ് വേണം എടുക്കാൻ എന്നൊക്കെ. അങ്ങനെയല്ല കേട്ടോ. നമ്മൾ മെലസ്റ്റോമ ചെടി നടണമെങ്കിൽ അതിന്റെ ആ ഒരു തളിരുണ്ടല്ലോ, ആ തളിരെടുത്തിട്ട് വേണം കേട്ടോ നമുക്ക് നട്ടു കൊടുക്കാൻ. ഇതാ ഇതുപോലെ ഇങ്ങനെ ഏറ്റവും തളിര്, ഇങ്ങനെയുള്ള കുഞ്ഞി തളിർപ്പ് എടുക്കണം. ഇങ്ങനെയുള്ള ഇതെടുത്താലാട്ടോ നമുക്ക് പെട്ടെന്ന് പിടിച്ചു കിട്ടുള്ളൂ. അപ്പൊ ഇതൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഇപ്പൊ മെലസ്റ്റോമ ഇത് ഭയങ്കര ഹൈറ്റ് വെച്ച് പോയി. അപ്പൊ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ഒന്ന് നല്ലൊരു ഷേപ്പ് ആക്കി എടുക്കണം. അപ്പൊ ഇതാട്ടോ, ഇതുപോലത്തെ കട്ടിങ്സ് ആണ് നമ്മൾ മെലസ്റ്റോമേൻ്റെ നമ്മൾ പിടിപ്പിക്കാൻ എടുക്കുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ, ചെറിയ സൈസ്. അപ്പം ഇത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ വേര് പിടിപ്പിക്കാൻ എടുക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ നല്ല നാടൻ വെറൈറ്റി ജമന്തിയാണ്. അപ്പം നമ്മൾ ഒത്തിരി ജമന്തി പ്ലാന്റ്സിൻ്റെ ഒക്കെ വീഡിയോസ് ചെയ്യുമ്പം, അല്ലെങ്കിൽ നമ്മൾ കുറേ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴല്ലോ, എല്ലാവരും നമ്മളോട് ചോദിക്കും കേട്ടോ, ഇതിന്റെ കമ്പ് കുത്തി പിടിപ്പിച്ചാൽ പിടിക്കുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ ഇതിന്റെ കമ്പ് കുത്തി പിടിപ്പിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇതുപോലെ ഒരു കമ്പ് എടുക്കണം. ഇതുണ്ട, ഇതുപോലത്തെ ഒരു കമ്പ് എടുക്കണം കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള നമ്മുടെ ഡബിൾ കളർ വരുന്ന കേട്ടോ, വൈറ്റും അല്ല യെല്ലോയും ഗ്രീനും കൂടെ കൂടിയതാട്ടോ, നല്ല ഭംഗിയുള്ളൊരു കളറാണ്. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു 2 കട്ടിങ് എടുക്കാം. ഇതാട്ടോ, ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇതിന്റെ മുട്ടൊക്കെ നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല ഭംഗിയുള്ള നമ്മുടെ നല്ല ഭംഗിയുള്ള നാടൻ വെറൈറ്റി ജമന്തിയാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ ഈ പ്ലാന്റ്സ് ഒക്കെ കണ്ടിട്ട് വേണമെന്നുള്ളവർക്ക് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ. ഇനി നമ്മൾ അടുത്തായിട്ട് എടുക്കാൻ പോകുന്ന ചെടിയാണ് കേട്ടോ, നമ്മുടെ ഹാങ്ങിങ് ജെറേനിയം. ഇതൊക്കെ ഇവിടെ ഭയങ്കര ഭംഗിയായിട്ട് പൂവിട്ട് നിൽക്കുന്ന ചെടിയാണ്. ഇപ്പം നമ്മുടെ ചെടികളുണ്ടല്ലോ കുറേ നാശമായി കേട്ടോ. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് എന്താ പറയുക, ഇപ്പം മഴയാണല്ലോ, അപ്പോൾ കറക്റ്റായിട്ടുള്ള വളങ്ങളൊന്നും അങ്ങനെ ഇപ്പോൾ കൊടുക്കാറില്ല. പിന്നെ ഇതിനെല്ലാം നമ്മളൊക്കെ ഒന്ന് ചെറിയൊരു പ്രൂണിങ് ഒക്കെ കൊടുത്ത് ഈ ചെടീനെ നമ്മൾ മൊത്തത്തിൽ നല്ല ഭംഗിയാക്കി എടുക്കണം. ഇനി ഓണസമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് അടിപൊളി ആക്കി എടുക്കണം നമ്മുടെ പ്ലാന്റിനെ. അപ്പോൾ ഇത് നമ്മുടെ ഹാങ്ങിങ് ജെറേനിയാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെയൊക്കെ ചെടികൾ കുറെ പേര് വാങ്ങുമ്പോൾ എങ്ങനെ പിടിപ്പിക്കണം എന്നറിയില്ല കേട്ടോ. അപ്പം ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെ പ്രൂണിങ് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ചെടിക്ക് കണ്ടോ ഇതുപോലെ ഇങ്ങനെ പുതിയ ചെറിയ നല്ല ഇങ്ങനെ തളിർത്ത് വരും. അതിലാണ് കേട്ടോ നല്ല ഭംഗിയിൽ പൂക്കൾ ഇടുകയുള്ളൂ. അപ്പം നമ്മളിങ്ങനെ ജസ്റ്റ് നമ്മുടെ ചെടികൾ ഇങ്ങനെ പ്രൂൺ ചെയ്യണം, ഇങ്ങനെ കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ബുഷിയാക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ ചെടി നല്ല ഭംഗിയിൽ പൂവിടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കട്ടിങ്സും കൂടി എടുക്കാവേ. നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. അപ്പം നമ്മുടെ ഹാങ്ങിങ് ജെറേനിയത്തിന് നമ്മൾ ഇതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നട്ടു കൊടുക്കാം. അപ്പം അങ്ങനെ നമ്മൾ 3 തരത്തിലുള്ള ചെടി എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് 3 രീതിയിലൊരു പോട്ടി മിക്സറിൽ നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ ഒരു വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എന്താണെന്നറിയാം, എന്നാലാണ് എല്ലാവർക്കും എങ്ങനെയാണ് ചെടികൾ പിടിപ്പിക്കുന്നതെന്ന് മനസ്സിലാകുള്ളൂ. അപ്പോൾ ഒത്തിരി പേര് എന്താ പറയുക, ചെടികൾ പിടിച്ചു കിട്ടുന്നില്ല എന്നും പറഞ്ഞ് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഉപകാരമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാട്ടോ 4 രീതിയിൽ നമ്മൾ വേര് പിടിപ്പിക്കാനുള്ള, അതായത് ആ ഒരു പോട്ടി മിക്സർ നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം ഇത് ഏതൊക്കെയാണ് ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം. ഇത് നമ്മുടെ സാധാ മണ്ണ്, മണൽ, ചകിരിച്ചോറ്, ചാണകപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ പോട്ടി മിക്സർ. ഇത് നമ്മുടെ സാധാ വെറും പുഴമണലാണ് കേട്ടോ. അതാണ്, വേറെ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ ചകിരിച്ചോറ്, ഇത് കണ്ടോ, ഇതുപോലെ ചകിരിച്ചോറ് കേട്ടോ. അപ്പം ഈ ഒരു രീതിയിൽ ഇവിടെ നമ്മൾ 3 എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഗ്ലാസ്സിൽ നമ്മളിവിടെ കുറച്ച് വെള്ളം കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കാണാം അല്ലേ ഏതൊക്കെ രീതിയിലാണ് പിടിപ്പിക്കുന്നതെന്ന്. അപ്പം ഇതിൽ നമ്മുടെ ജെറേനിയം ചെടി ഉണ്ടല്ലോ, നമുക്ക് ജെറേനിയം ചെടി നമ്മൾ എപ്പോൾ പിടിപ്പിക്കുമ്പോൾ നല്ല
ഇളക്കമുള്ള പോട്ടി മിക്സറിൽ വേണം കേട്ടോ നമ്മുടെ പ്ലാന്റ് പിടിപ്പിക്കാനായിട്ട്. അപ്പം നമ്മൾ ഇതുപോലെ ഒരു കട്ടിങ് എടുത്തിട്ടുണ്ട്, പക്ഷേ നമുക്ക് പാക നീളത്തിന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ ജെറേനിയം ചെടി നടുമ്പോഴുള്ള ഈ ഒരു നോഡിൽ നമുക്കിങ്ങനെ മണ്ണിൻ്റെ ഉള്ളിൽ പോകത്തക്ക രീതിയിൽ വേണം കേട്ടോ നട്ടു കൊടുക്കാനായിട്ട്. അപ്പം നമ്മൾ ജെറേനിയം ചെടി നടുന്നത് നമ്മൾ എന്താ പറയുക, ചകിരിച്ചോറ് നട്ടു കൊടുക്കാം. അപ്പം ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ജെറേനിയം ചെടിക്ക് നമ്മൾ ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചാലുണ്ടല്ലോ, പിന്നെ പെട്ടെന്നൊന്നും വെള്ളം കൊടുക്കരുത് കേട്ടോ. എന്നു വെച്ചാൽ ഇതിന് നല്ല ചകിരിച്ചോറായതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. അപ്പോൾ പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഇത് നല്ല ഡ്രൈ ആയി കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് പിടിച്ച് കിട്ടും. ഇനി അടുത്തത് നമ്മുടെ മെലസ്റ്റോമ. അപ്പം മെലസ്റ്റോമ ഇതിൻ്റെ ഇതുപോലത്തെ കുഞ്ഞു തളിര് നമ്മൾ നടുന്നത് സാധാ നമ്മുടെ പോട്ടി മിക്സർ കേട്ടോ. നമ്മുടെ മണ്ണ്, മണൽ, ചകിരിച്ചോറൊക്കെ അടങ്ങി ആ ഒരു പോട്ടി മിക്സറിലേക്കാണ് കേട്ടോ നട്ടു കൊടുക്കുന്നത്. ഇതുപോലെ 2-3 തൈയൊക്കെ നമുക്ക് ഒരു പോട്ടി തന്നെ സെറ്റ് ചെയ്യാം കേട്ടോ. ഇതുപോലെ നട്ടു കൊടുക്കുക. ഇനി അടുത്തത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന നമ്മുടെ ജമന്തി പ്ലാന്റ് കേട്ടോ. അതിൻ്റെ കട്ടിങ്സ് ആണ്. അപ്പോൾ ഇത് നമ്മൾ നട്ടു കൊടുക്കുന്നത് ഇതുപോലെ മണലിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് നട്ടു കൊടുക്കുക. ഇങ്ങനെ മണലിലോട്ട് വെച്ച് കൊടുത്തിട്ട് നല്ല ടൈറ്റിൽ അമർത്തി കൊടുക്കുക കേട്ടോ. ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത് നമ്മൾ എടുത്ത് വെച്ചേക്കണത് ഇതെന്താണെന്ന് അറിയാമോ? ഇത് നമ്മുടെ ബാൾസം ചെടി വേര് പിടിപ്പിക്കുന്ന പല വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൽ ഒരു രീതിയാണ്, ഇതെല്ലാവർക്കും അറിയുന്ന രീതിയാണ്. അപ്പം നമ്മളിങ്ങനെ വെള്ളത്തിലേക്ക് നമ്മുടെ ഈ ഒരു കട്ടിങ്സിന് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് കൊടുത്താൽ ഇതിങ്ങനെ ഒരാഴ്ച കൊണ്ട് നമ്മുടെ ചെടിയിൽ നിറച്ച് നല്ല ഭംഗിയിൽ വേര് വരും കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു 4 ടിപ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ചെടികളെല്ലാം നമ്മളൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം കേട്ടോ ഇതുപോലെ നനച്ചു കൊടുക്കുക. നമ്മൾ ഇതുപോലെ നട്ടു കൊടുത്ത നമ്മുടെ ഈ ഒരു ചെടീനെ ഉണ്ടല്ലോ, ഇനി നമ്മൾ മഴയൊന്നും കൊള്ളാത്ത സ്ഥലത്ത് നോക്കിയിട്ട് വളരെ സേഫായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലം ആയതുകൊണ്ട് നമ്മുടെ ചെടികളിൽ ഒച്ചിൻ്റെ ശല്യം ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒച്ചൊന്നും അരിക്കാതെ വളരെ സേഫായിട്ട് തന്നെ നമ്മൾ എടുത്തു വെക്കണം കേട്ടോ. പിന്നെ പറ്റുമെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുകയാണെങ്കിൽ ഭയങ്കര ഭംഗിയായിട്ട് തന്നെ ഇത് പിടിച്ച് കിട്ടിക്കോളൂ കേട്ടോ. അപ്പം ഇതുപോലെയാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മുടെ കൈവശമുള്ള ചെടികളൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് പിടിപ്പിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നവർ ഇതേ ഒരു ഐഡിയയിൽ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പം ഇതിന് പിടിച്ച് വന്ന് നല്ല ചെടിയായി കഴിയുമ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ മറ്റ് വീഡിയോയിലൂടെ കാണിച്ചു തരാവേ. അപ്പോൾ ഇത് നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഞാൻ ഇതിന് മുന്നേ നമ്മുടെ ഓണസമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടെ ചെടികളൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ജസ്റ്റ് മണ്ണിൽ, അതായത് ആ ഒരു പോട്ടി മിക്സറിൽ നമ്മൾ നട്ട് ഇങ്ങനെ കുഞ്ഞി കവറിലാക്കിയിട്ട് നട്ട് കൊടുത്താണ് കേട്ടോ. നമ്മുടെ പ്ലാന്റ് കണ്ടോ, അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഇതേപോലെയൊക്കെ എല്ലാവർക്കും ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ നമ്മുടെ ചെടികളൊക്കെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഓരോന്നും പിടിപ്പിച്ചൊക്കെ എടുക്കുന്നത് നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ. ഓരോ ചെടിയും ഇതുപോലെ മഴയൊന്നും നനയാതെ ഇങ്ങനെ വെക്കും. എന്നാൽ ആവശ്യത്തിന് ഒരു പ്രകാശം കിട്ടുകയും ചെയ്യും. അപ്പം നമ്മുടെ ചെടികൾ യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഇങ്ങനെ നമുക്ക് പിടിച്ചു കിട്ടും കേട്ടോ. ഇപ്പം നമ്മുടെ ഇവിടെ കുറച്ച് എന്താ പറയുക, ഡബിൾ ബോൾസത്തിൻ്റെ പ്ലാന്റ് നമ്മൾ പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആയിട്ടില്ല കേട്ടോ, ചെറിയ പ്ലാന്റ് ആണ്. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ വെച്ചതേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഉപകാരമുള്ള നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ്സ് ആണ്, ഭയങ്കര ഭംഗിയുള്ള മിനിയേച്ചർ ടൈപ്പാണ്. അപ്പം ഇതിൻ്റെ പ്ലാന്റ് വേണ്ടവരുണ്ടല്ലോ, നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്കൊക്കെ മെസ്സേജ് അയക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതുപോലെയുള്ള ചെടികളൊക്കെ നട്ടാൽ നമുക്ക് പെട്ടെന്ന് നല്ല ഭംഗിയാക്കി എടുക്കാം. ഇനി അങ്ങോട്ട് പൂക്കളുടെ ഒക്കെ ഒരു സീസൺ ആകുമ്പോഴേക്കും എല്ലാം നല്ല ഭംഗിയായിട്ട് നല്ലൊരു പൂന്തോട്ടം നമുക്ക് ഒരുക്കാം കേട്ടോ. അപ്പം നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.